മണ്ടൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നൊക്കെ നമ്മളുടെ കുട്ടികളെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഈ വിശേഷണങ്ങളൊക്കെ വരുന്നത് സ്കൂളിന്റെ ഫീഡ്ബാക്കിൽ നിന്നാണ്, അതായത് ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്നാണ്. പലപ്പോഴും കഴിവുകൾ കാണിക്കുന്ന കുട്ടികളെ, അതായത് പല രീതിയിലുള്ള കഴിവുകൾ കാണിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ആ കുട്ടികളെയൊക്കെ അളക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? മാർക്കിന്റെ ബേസിസിലാണ്. നല്ല രീതിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളുണ്ട്, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന കുട്ടികളുണ്ട്, നല്ല രീതിയിൽ ആർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഈ കുട്ടികളെ ഈ ഒരു മാനദണ്ഡം വെച്ച് അളക്കാറില്ല. പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ആ സമയത്ത് ഒരു മൊമെന്ററി ഒരു കോംപ്ലിമെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ വീണ്ടും പരീക്ഷ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് മാത്സിൽ അല്പം മാർക്ക് കുറഞ്ഞാലോ, ഹിന്ദിയിൽ അല്പം മാർക്ക് കുറഞ്ഞാലോ, സോഷ്യൽ സയൻസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ചാലോ, പലപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കുട്ടിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഇവനൊരു മണ്ടനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി പ്രശ്നം കുട്ടിക്കല്ല. പലപ്പോഴും എൻ്റെ അടുത്ത് പല പാരൻസും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്താണ്? ഈ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ വളരെയധികം കഴിവുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ സിസ്റ്റമാണ് പ്രശ്നം. സിസ്റ്റം ഒരിക്കലും എന്ത് ചെയ്യില്ല, കഴിവുകൾ അംഗീകരിക്കുന്നില്ല. സിസ്റ്റം എപ്പോഴും പോകുന്നത് ഈ ഒരു ജനറൽ കൈൻഡ് ഓഫ് സ്റ്റഫിലാണ്, അതായത് ഒരു ജനറിക് മോഡലിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഈ ജനറിക് മോഡലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കഴിവുകളെ മനസ്സിലാക്കാൻ സിസ്റ്റം ഫെയിൽ ആവാം. ഇങ്ങനെ വരുന്ന സമയത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ മാർക്ക് നേടുന്നില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് പിന്തള്ളപ്പെടുകയാണ്. മാർക്ക് നേടുന്നില്ല ഒരൊറ്റ കാരണം കൊണ്ട് പലപ്പോഴും മണ്ടൻ, തിരുമണ്ടൻ എന്ന് പറയുന്ന വിളികളൊക്കെ കേൾക്കുകയാണ്. ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കണം, വ്യത്യസ്തമായ രീതികളെ കുറിച്ച് ആലോചിക്കണം. ലോകം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി യൂസ് ചെയ്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തും കുട്ടികളുടെ കഴിവുകളെ വ്യത്യസ്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മോഡലിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഹാഷ് പിച്ച് സ്കൂളിന്റെ വിജയം. ആക്ച്വലി ഹാഷ് പിച്ച് സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായി കുട്ടികളെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കുട്ടികളും ടാലന്റഡ് ആണ്, ബട്ട് ഇൻ ദെയർ ഓൺ വേസ്. അവരവരുടേതായ വഴികളിൽ അവർ ടാലന്റഡ് ആണ്. ഈ ടാലന്റ് കണ്ടെത്തുകയും ഈ ടാലന്റിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഹാഷ് പിച്ച് സ്കൂൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കിട്ടും, അവർക്കൊരു കഴിവുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുകയും അവർക്കത് പ്രകടിപ്പിക്കാനുള്ള വേദികൾ നൽകുകയും അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു പരിശീലനങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യുന്ന സമയത്ത് ഇവർ ബ്രില്യൻ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മളുടെ കുട്ടികൾക്കല്ല പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികൾ ബ്രില്യൻ്റ് ആണ്, നമ്മളുടെ കുട്ടികൾ ഒരു ഫ്യൂച്ചർ ജനറേഷനിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കല്ല പ്രശ്നം, സിസ്റ്റത്തിനാണ് പ്രശ്നം എന്ന് പറയുന്ന വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള കൃത്യമായ ചികിത്സകൾ നൽകുകയും അതിനുവേണ്ടിയുള്ള കൃത്യമായ ട്രീറ്റ്മെന്റുകൾ നൽകുകയും ചെയ്താൽ കുട്ടികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ മാറേണ്ടത് കുട്ടികളല്ല, സിസ്റ്റമാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക.